ഒന്നാമത് ഞാൻ പറഞ്ഞു, കൃത്യമായി അവർക്ക് നാം സമയം സ്പെൻഡ് ചെയ്യുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, കൃത്യമായി അവരെ ഫീൽ ചെയ്യിക്കും വിധം, അവർ ആഗ്രഹിക്കും വിധം നമ്മുടെ സ്നേഹത്തെ കൃത്യമായി അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നതാണ്. മൂന്നാമതായി, കിട്ടുന്ന സമയങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ്. അത് യാത്രയിലാവാം, നമ്മുടെ കഷ്ടപ്പാടുകളെ, നമ്മുടെ കുടുംബജീവിതത്തിന്റെ സാഹചര്യങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ, പിതാവിന്റെ ജോലിയുടെ ഭാരങ്ങളെ, മാതാപിതാക്കളുടെ ആശങ്കകളെ, അവരുടെ ആകുലതകളെ, അവർ അനുഭവിക്കുന്ന ദുഃഖങ്ങളെ, അവർ അനുഭവിക്കുന്ന സങ്കടങ്ങളെ, വീടിന്റെ സാമ്പത്തികമായ മേഖലകളെ, അവരുടെ പരിധികളെ, പരിമിതികളെ കൃത്യമായി മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്നതാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയെന്ന് ചരിത്രങ്ങൾ കാണാൻ കഴിയും. ഇതൊക്കെ നമുക്ക് സംവിധാനിക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പമുള്ള നമ്മുടെ യാത്രകളെ നാം തെരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുമിത്രാദികളെ പ്രത്യേകം ഒന്ന് പരിഗണിക്കുക. ഇന്ന് ബന്ധുമിത്രാദികൾക്ക് ഏറെ വാല്യൂ ഇല്ലാത്ത, അത്രമേലൊന്നും ബന്ധങ്ങളില്ലാത്ത, ഊഷ്മളമായ ഒരു വരവും പോക്കൊന്നും ഇല്ലാത്ത ഒരു കാലത്താണ്, തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിലാണ്. അതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു പെരുന്നാളിന് വീണ് കിട്ടിയാൽ മാത്രമായി പോകുന്ന ഈ കുടുംബ ബന്ധം ചേർക്കലുകളെ നമ്മുടെ മക്കൾക്ക് കൈമാറാൻ കൂടി നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? നമ്മുടെ മക്കളുമായി നമ്മുടെ ഒഴിവു സമയങ്ങൾ കൃത്യമായി നമ്മുടെ കുടുംബങ്ങളിലേക്ക്, അനുജന്റെ വീടുകളിലേക്ക്, അനിയത്തിയുടെ വീടുകളിലേക്ക്, പെങ്ങന്മാരുടെ വീടുകളിലേക്ക്, പിതാവിന്റെ ബന്ധുക്കളുടെ വീട്ടിലേക്ക്, ഉമ്മയുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മക്കളുമായി കൊണ്ടുപോകുകയും ആ വഴിയിലുള്ള യാത്രകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും അവിടെ കാണുന്ന മുഖങ്ങളെ, ആ ബന്ധങ്ങളെ, അനുഭവങ്ങളെ, പഴയകാല കഥകളെ അത് മനോഹരമായി മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളില്ലെങ്കിലും ആ ബന്ധങ്ങളെ ആ മക്കൾ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുക. ഇന്നതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലത്ത് മക്കളോട് എങ്ങനെയാണ് നാം കുടുംബബന്ധം ചേർക്കാൻ പറയാ? സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും മാത്രമായി ഒതുങ്ങുന്ന ബന്ധങ്ങൾക്കപ്പുറം ഇങ്ങനെ കൂടി രക്തബന്ധങ്ങളുണ്ട്, ഇങ്ങനെയും ചില അയൽവക്ക ബന്ധങ്ങളുണ്ട്, ഇങ്ങനെയും ചില കുടുംബ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ കൃത്യമായി മക്കളെ പരിചയപ്പെടുത്താൻ ഉതകുന്നത് കൂടിയാകണം ഈ മനോഹരമായ അവധിക്കാലങ്ങളെന്നാണ്. അതിനപ്പുറം യാതൊരു ബന്ധവുമില്ലാതെ മക്കളെ വിട്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു അവധിക്കാലം വെറുതെ സമയം പോക്ക് മാത്രമായി പോകും. യാതൊരു നിലക്കും ആരോഗ്യകരമല്ലാത്ത വിധം സമയങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് നഷ്ടമായി പോവുകയും ചെയ്യും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.